ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം റീൽസ് ചെയ്ത് വൈറലാവാം എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ പോലും കിണറ്റിലേക്ക് തള്ളിയിടുക, അല്ലെങ്കിൽ അവിടെ നിന്ന് ഒത്തിരി മണ്ടത്തരങ്ങൾ ചെയ്യുന്നുണ്ട്. അതിലൊന്നും ഒരു കാര്യമില്ല. 1000 പേര് ചെയ്യുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ ഒരു 100 പേരായിരിക്കും ഇതിനകത്തേക്ക് കറക്റ്റായിട്ടാ. അപ്പൊ അതിൽ വീഴുക എന്നുള്ളത് നമുക്ക് വിധിയുണ്ടെങ്കിൽ അത് വരും. പിന്നെ ഈ പറഞ്ഞ പോലെ മുമ്പത്തേക്കാൾ ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ തിരയും. അത് സത്യമാണ്, ഇല്ല എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി എന്തും കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അല്ല, ഞാനത് ചോദിക്കാനുണ്ടായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഇപ്പൊ സീരിയലിൽ കയറി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫോളോവേഴ്സ് കിട്ടും കേട്ടോ, കുറച്ചുകൂടെ ലൈക്ക് കിട്ടും. എനിക്ക് തോന്നിയത് തിരിച്ചാ. അതായത് സീരിയലിൽ കയറിയിട്ട് കൂടുതൽ ഫോളോവേഴ്സ് കിട്ടിയവരാരും ഞാൻ കണ്ടിട്ടില്ല. എനിക്കൊന്ന് നിങ്ങളെ പോലെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് സോഷ്യൽ അവയർനെസ് കൊടുക്കുന്ന, അല്ലെങ്കിൽ സമൂഹത്തിനെ ചിരിപ്പിക്കുന്ന, ചിന്തിപ്പിക്കുന്ന കണ്ടന്റ് കൊടുക്കുന്ന വ്യക്തികളെ, അവരിപ്പം സൗന്ദര്യമോ അല്ലെങ്കിൽ വേറൊന്നുമല്ല ഘടകം, അവരുടെ കഴിവ് തന്നെയാണ് ഘടകം. അങ്ങനെയുള്ളവർക്ക് ഫോളോവേഴ്സ് കൂടുതലാണ്, ജനങ്ങൾ അംഗീകരിക്കും. എന്തൊക്കെ പറഞ്ഞാലും സത്യസന്ധതമായി എന്ത് കാര്യത്തിനെ സമീപിച്ചാലും അത് ജനം അംഗീകരിക്കും. കുറച്ച് പതുക്കെയാണെങ്കിലും അതിനെ അംഗീകരിക്കുക തന്നെ ചെയ്യും. അതിനെ നമ്മൾ ഒരുപാട് കാട്ടിക്കൂട്ടലിൻ്റെയും ബഹളത്തിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. പിന്നെ അപ്പോൾ അതൊക്കെയാണ് ചേച്ചിയുടെ സീരിയൽ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. വേറെയും വിശേഷങ്ങളുണ്ട് കേട്ടോ ചേച്ചിയുടെ കയ്യിൽ. ഈവൻറ്റ്സ് ചെയ്യുന്നുണ്ട്, ഒരു ഓൺട്രപ്രണറാണ്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ കുറച്ച് എങ്ങനെയുണ്ട്, എങ്ങനെ പോകുന്നു ആ കാര്യങ്ങൾ? അവിടെയും ഈ പറഞ്ഞ പോലെ ഇവന്റ് മേഖലയിലും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ. ഇപ്പൊ കൊച്ചു പിള്ളേർ ഇങ്ങനെ ഇവന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വിസിറ്റിംഗ് കാർഡ് മേടിച്ച് ഒരു ബ്രൗഷർ മേടിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവർ ഭയങ്കര ലോവസ്റ്റ് കൊട്ടേഷൻ ഒക്കെ കൊടുത്തിട്ട്, അപ്പൊ ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷൻ. അപ്പൊ നമ്മളിങ്ങനെ പ്രൊഫഷണൽ ലെവലിൽ അപ്രോച്ച് ചെയ്യുമ്പം അതിന് കുറേ ബുദ്ധിമുട്ടുകളുണ്ടാകും. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിന് കൃത്യമായ അവയർനെസ് ഇല്ലാത്തത് കൊണ്ട് പലപ്പോഴും അവരും പോയി പെട്ടുപോകുന്ന അവസ്ഥയുണ്ട്. അപ്പൊ ആ മേഖലയും ഭയങ്കര പ്രതിസന്ധിയാണ്. പക്ഷെ എന്നാലും നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഇവിടെ ട്രിവാൻഡ്രത്ത് പിന്നെ സൗത്തിലേക്ക് ഒരു സീം എന്ന് പറഞ്ഞിട്ടൊരു അസോസിയേഷൻ കൃത്യമായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊരു എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ കുഴപ്പമില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. അതിൽ വലിയ മുന്നേറ്റം എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇനിയിപ്പം ചെറിയ ബിസിനസ് കാര്യങ്ങളിലേക്കൊക്കെ കടക്കണം. എന്താണ് ആ ചെറിയ ബിസിനസ് പറയാൻ പറ്റും? അതൊരു 2 മാസം കഴിഞ്ഞ് അനിഷയോട് തന്നെ പറയാം. അപ്പൊ വീണ്ടും ഒരു ഇന്റർവ്യൂവിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അത് വേറൊന്നല്ല, എനിക്ക് തോന്നിയത് സിനിമ, സീരിയൽ, അഭിനയം ഭയങ്കര ചെറുതല മുതലേ ആവേശത്തോടെ കണ്ട ഒരാളാണ് ഞാൻ. ആഗ്രഹത്തോടെ സമീപിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ ഇത്രയും വർഷം നിൽക്കുമ്പോൾ എത്ര സിനിമ ചെയ്തു, അല്ലെങ്കിൽ എത്രത്തോളം എത്താൻ പറ്റുമെന്ന് വെച്ചാൽ ഞാനിവിടെ തന്നെ നിൽക്കുന്നു, ഇതേ ജോലി ചെയ്യുന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ്. പക്ഷെ ഒരു വലിയ വളർച്ച അത് എപ്പോഴെങ്കിലും ആയിരിക്കും സംഭവിക്കുക. പക്ഷെ അതിനുവേണ്ടി കാത്തിരിക്കാനോ, ഇപ്പം ഞാനൊരു ഒറ്റയാൾ പട്ടാളമായി സമൂഹത്തിൽ ജീവിക്കുകയാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് പരീക്ഷിക്കാം, കാത്തിരിക്കാം. പക്ഷെ എൻ്റെ പിന്നിലൊരു കുടുംബമുള്ളത് കൊണ്ട് ഓവർ ഡിപ്പെൻഡ് ചെയ്ത് ഈ ഫീൽഡിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നതിനകത്ത് ഒരുപാട് പ്രതിസന്ധികളുണ്ട്. അപ്പോൾ അതിനെ തരണം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം, മറ്റെന്തെങ്കിലുമൊക്കെ പരീക്ഷിക്കണം. പിന്നെ ഞാൻ 100 കാര്യം ചെയ്യുമ്പോൾ 99 തോറ്റുപോകും കേട്ടോ. 99ലും പരാജയപ്പെടാം. പക്ഷെ ഞാൻ തളരില്ല, വീണ്ടും പ്രയത്നിക്കും. ഇനി ആര് ചീത്ത പറഞ്ഞാലും, ആരൊറ്റപ്പെടുത്തിയാലും, ആര് കുറ്റപ്പെടുത്തിയാലും വീണ്ടും ഞാൻ പ്രയത്നിക്കും. കാരണം എനിക്ക് ചാഞ്ഞിരിക്കാൻ തോളില്ല. അപ്പോൾ ഞാൻ പ്രയത്നിക്കും.